അതേസമയം മറുഭാഗത്ത് കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ UDF-നകത്ത് തന്നെയുള്ള ചില ആശയക്കുഴപ്പങ്ങൾ, സീറ്റുമായി ബന്ധപ്പെട്ട ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ, ഇതിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇടതുമുന്നണിയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം PJ ജോസഫിനെ ഇടതുമുന്നണിയിലേക്ക് ജോസ് കെ മാണി ക്ഷണിച്ചത്? അതിൻ്റെ രാഷ്ട്രീയം ആണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഇങ്ങനെയൊരു നീക്കം എന്തിനാണ് ജോസ് കെ മാണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതാണ് നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നത്. അതായത് PJ ജോസഫ് ഇടതുമുന്നണിയിലേക്ക് വരണം എന്ന് ജോസ് കെ മാണി ആവശ്യപ്പെടുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ സാഹചര്യം? അതായത് ജോസഫിനെ ഇടതുമുന്നണിയിലേക്ക് ക്ഷണിച്ചതിന് പിന്നിൽ എന്ത് എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജോസ് കെ മാണിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ UDF-ൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ ആണോ ജോസ് കെ മാണി ഇത്തരം ഒരു നീക്കം നടത്തിയത് എന്ന സംശയം സ്വാഭാവികമായും നമുക്ക് മുന്നിൽ ഉയരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസുകളുടെ ലയനം ആയിരുന്നോ ജോസ് കെ മാണി ഇങ്ങനെ ഒരു ക്ഷണത്തിലൂടെ മുന്നോട്ട് വെച്ചത് എന്ന സംശയം നമുക്ക് മുന്നിൽ ഉണ്ടാകുന്നു. മുന്നണി മാറ്റ വിവാദങ്ങൾ ഇപ്പോൾ ജോസ് കെ മാണിയെ വേട്ടയാടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടിയായിരുന്നോ ഇങ്ങനെ ഒരു ക്ഷണം ഉണ്ടായത്? ഇടതുമുന്നണിയിൽ തന്നെ ജോസ് കെ മാണിക്ക് കൂടുതൽ കരുത്ത് കാട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നതായിരുന്നോ ലക്ഷ്യം? UDF-ൽ തന്നെ പ്രതിസന്ധി സൃഷ്ടിക്കുക എന്ന ഒരു നീക്കം ജോസ് കെ മാണിക്ക് പിന്നിൽ ഉണ്ടായിരുന്നോ? ജോസഫ് വിഭാഗത്തിൽ പിളർപ്പിൻ്റെ സാധ്യത ജോസ് കെ മാണി കാണുകയാണോ? അങ്ങനെ ഒരു പിളർപ്പുണ്ടായാൽ ഒപ്പം നിർത്തുക എന്നതാണോ ജോസ് കെ മാണിയുടെ തന്ത്രം? ഇങ്ങനെയായ നിരവധി സംശയങ്ങളാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഈ ക്ഷണം PJ ജോസഫിന് ഗുണകരമാകും എന്നതിൽ തർക്കമില്ല. അതെങ്ങനെ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ജോസ് കെ മാണി എന്താണ് ഇത്തരത്തിൽ ജോസഫ് വിഭാഗത്തെ LDF-ലേക്ക് ക്ഷണിക്കുമ്പോൾ ലക്ഷ്യം വെച്ചത്? എന്തായിരുന്നു ആ നീക്കത്തിന് പിന്നിൽ എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീജിത്ത്, വലിയ രാഷ്ട്രീയ നീക്കം എന്ന് തന്നെ പറയാം. പക്ഷേ നമുക്കറിയാം, സമീപകാലത്തായി ജോസ് കെ മാണി വിഭാഗം അല്പം പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് മുന്നണി മാറ്റ ചർച്ചകൾ, ആ ഗ്രൂപ്പിൽ ജോസ് കെ മാണി വിഭാഗത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ ഭിന്നതകൾ, അത് ഒരു പരിധിവരെ ആ പാർട്ടിയെ പിളർപ്പിലേക്ക് തന്നെ നയിച്ചേക്കും എന്ന ചർച്ചകൾ വരുന്നതിന് പിന്നാലെയാണ് ഫലത്തിൽ ഈ ഇടതുമുന്നണിയിൽ തന്നെ തുടരും എന്ന നിലയിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിളിച്ച ശേഷം ജോസ് കെ മാണിയും ഒപ്പമുള്ള ഒരു നിലപാട് പ്രഖ്യാപിച്ചത്. ഫലത്തിൽ ഇത് LDF-നുള്ളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു, ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. ജോസ് കെ മാണി ചർച്ചകൾ നടത്തി എന്ന നിലയിൽ തന്നെ CPM-ന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖ പുറത്തു വന്നത് അടക്കം നമ്മൾ കണ്ടതാണ്. ജോസ് കെ മാണിക്കുള്ളിലെ MLA-മാർ, പ്രത്യേകിച്ച് പ്രമോദ് നാരായണൻ ഉൾപ്പെടെയുള്ളവർ എടുത്ത വ്യത്യസ്തമായ നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. റോഷിയുടെ നിലപാട് കണ്ടതാണ്. ഇതെല്ലാം നിൽക്കുമ്പോഴാണ് അങ്ങൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു. ഈ ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് ജോസ് കെ മാണി ഉണ്ടാകില്ല എന്നൊരു ഘട്ടത്തിൽ നിലപാടെടുക്കുന്നു. പക്ഷേ ഉണ്ടാകും, മുഴുവൻ സമയം ഉണ്ടാകില്ല എന്ന് പിന്നീട് പാർലമെന്റിലുള്ളതിനാൽ മുഴുവൻ സമയം ഉണ്ടാകില്ല അത് രണ്ടാമത് പറയുന്നു. ഏറ്റവും ഒടുവിൽ മുഴുവൻ സമയവും ഉണ്ടാകുമെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കുന്നു. അതായത് ഈ ഘട്ടത്തിൽ UDF-ലേക്ക് പോകാൻ കഴിയില്ല എന്ന് ജോസ് കെ മാണി ഉറച്ച് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അപ്പോൾ LDF-ൽ എങ്ങനെ കൂടുതൽ ശക്തമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനൊരു അവിശ്വാസ്യത ജോസ് കെ മാണിക്കെതിരെ ഉണ്ടാകുന്നത്, അത് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ അടക്കം ആ മുന്നണിയിലാകെ ഉണ്ടാകുന്ന അവിശ്വാസ്യത ബാധിക്കും എന്നത് ജോസ് കെ മാണി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് പുതിയൊരു തന്ത്രവുമായി ജോസ് കെ മാണി രംഗത്ത് വരുന്നത്. നമുക്കറിയാം, ജോസഫ് വിഭാഗത്തെ പല ഘട്ടത്തിൽ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള പല ചോദ്യങ്ങളും പല ഘട്ടത്തിലും ഉയർന്നതാണ്. അന്നൊന്നും ഇല്ലാത്ത തരത്തിൽ തറവാട്ടിലേക്ക് വിളിക്കുകയാണ് എന്നാണ് ജോസ് കെ മാണി ജോസഫിന്റെ കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. അത് ഇന്നലെ പെട്ടെന്നൊരു ആശയവിനിമയത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് രാവിലെ പത്തനംതിട്ടയിൽ ജോസ് കെ മാണി നടത്തിയ പ്രതികരണം. അതിലും ജോസ് കെ മാണി പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, തറവാട്ടിലേക്ക് ക്ഷണിച്ചതാണ് എന്നുള്ളതാണ്. എന്നാലും കഴിഞ്ഞ 5 കൊല്ലത്തിൽ ഒരിക്കലും തറവാട്ടിലേക്ക് ജോസ് കെ മാണി PJ ജോസഫിനെ ക്ഷണിച്ചിട്ടില്ല. മാത്രമല്ല, ഇരുവർക്കുമിടയിൽ വലിയ വാദപ്രതിവാദങ്ങളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വരെ നടന്നതുമാണ്. എന്തായാലും പെട്ടെന്നൊരു ജോസഫ് സ്നേഹം ഉണ്ടായതിന് പിന്നിൽ ഇപ്പോൾ ഉണ്ടായ പ്രതിസന്ധി മറികടക്കുക. ഒരു പക്ഷേ ജോസഫ് എത്തിയാൽ അത് കൂടുതൽ കരുത്തുണ്ടാകും. 2, ഇനി ജോസഫ് എത്തിയില്ലെങ്കിൽ തന്നെയും UDF-ൽ ഒരു ആശങ്ക സൃഷ്ടിക്കുക എന്നുള്ളതാണ് ജോസ് കെ മാണിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് വേണം മനസ്സിലാക്കാൻ.
യെസ്, എന്തായാലും അങ്ങനെ UDF-ൽ ആശങ്ക സൃഷ്ടിക്കാൻ പറ്റുമ്പോൾ അത് ആത്യന്തികമായി ജോസഫ് വിഭാഗത്തിന് ഗുണകരമാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതെന്തുകൊണ്ട് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം ഈ PJ ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുന്നണിയിൽ സമ്മർദ്ദം ചെലുത്തുക എന്നത് അല്ലെങ്കിൽ സമ്മർദ്ദ ശക്തിയായി നിൽക്കുക എന്നത് അത്ര സാധ്യമാകുന്ന ഒരു പശ്ചാത്തലമില്ല. അതുകൊണ്ട് തന്നെ ജോസഫ് ഇടതുമുന്നണിയിലേക്ക് പോകുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. അവിടെ ഈ ലയനം എന്നൊരു ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിന് പച്ചക്കൊടി കാണിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. പക്ഷേ ജോസിൻ്റെ ക്ഷണം എന്ത് തന്നെയാണ് എങ്കിലും PJ ജോസഫിന് വലിയ ആശ്വാസമാണ്. കാരണം 10 സീറ്റ് എന്ന ആവശ്യം, അങ്ങനെ ഒരു ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ജോസഫ് വിഭാഗത്തിന് അടിയുറച്ച് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സമ്മർദ്ദം കൂടുതൽ ആശ്വാസകരമാകുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ ആ നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ശ്രീജിത്ത്, ഇതൊരു പരിധിവരെ ജോസഫ് വിഭാഗത്തിന് വലിയ ആശ്വാസമാണല്ലോ. തീർച്ചയായും അഭിലാഷെ ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ പ്രതിസന്ധിയിലാണ് ഒരു പരിധിവരെ ജോസഫ് വിഭാഗം. അതിന് പ്രധാന കാരണമായി നിൽക്കുന്നത് UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റിൽ വൻതോതിൽ കൈകടത്തുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 10 സീറ്റ് കഴിഞ്ഞ തവണ മത്സരിച്ചതെങ്കിൽ ഇത്തവണ 4 സീറ്റുകൾ ജോസഫിന്റെ ഏറ്റെടുക്കാൻ കോൺഗ്രസിന്റെ നീക്കം നടന്നിരുന്നു. പക്ഷേ അതിന് വിട്ടുവീഴ്ചയ്ക്ക് ചെയ്യാൻ ജോസഫിന് കഴിഞ്ഞില്ല. ജോസഫ് വിഭാഗത്തിന്റെ പല ജില്ലാ അധ്യക്ഷന്മാരും പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നു. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലാ അധ്യക്ഷൻ രംഗത്ത് വന്നു. കുഞ്ഞുകോശി ഇപ്പോൾ കഴിഞ്ഞ തവണ തിരുവല്ലയിൽ സ്ഥാനാർത്ഥിയായിരുന്ന അദ്ദേഹം രംഗത്ത് വന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ജോസഫ് അല്പം പ്രതിസന്ധിയിലായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഉന്നതാധികാര സമിതി യോഗം വിളിക്കുകയും 10 സീറ്റ് തന്നെ വേണമെന്ന നിലപാടിലേക്ക് ജോസഫ് കടുപ്പിക്കുകയും ചെയ്തത്. 10 സീറ്റ് ഇത്തവണ കൊടുക്കില്ല എന്നുള്ളതാണ് ഫലത്തിൽ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന ധാരണ. അത് 6 സീറ്റ് മാത്രം എന്നതിലേക്ക് എത്തിയെങ്കിൽ ഒരുപക്ഷെ അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ ജോസഫിനെ സഹായിക്കുന്നതാണ് ജോസ് കെ മാണിയുടെ നിലപാട്. എപ്പോഴും ജോസ് കെ മാണി വിഭാഗം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒരു സുന്ദരിയായ സ്ത്രീകളെ എല്ലാവരും അങ്ങോട്ടേക്ക് ക്ഷണിക്കും, അല്ലെങ്കിൽ അവരിൽ ആകൃഷ്ടരാകും എന്ന് പറയുന്ന പോലെ കെ എം മാണി പണ്ട് സൂചിപ്പിച്ച അക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് UDF-ലേക്കുള്ള കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത്. ഫലത്തിൽ എന്തായാലും ഇപ്പോൾ സുന്ദരിയായ സ്ത്രീയായി ജോസഫിന്റെ പാർട്ടി മാറിയിരിക്കുന്നു എന്നതാണ് ജോസ് കെ മാണിയുടെ ക്ഷണത്തിൽ നിന്ന് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. എന്തായാലും ആ നിലത്തിൽ ഒരു സമ്മർദ്ദ ശക്തിയായി മാറാൻ, UDF-ൽ സമ്മർദ്ദ ശക്തിയായി മാറാൻ ജോസഫിന് കഴിയും. എന്തായാലും മേഖലാ ജാഥകൾ ആരംഭിക്കുമ്പോൾ പോലും ജോസ് കെ മാണി ആ ജാഥ നയിക്കുമോ എന്ന സംശയമുണ്ടായിരുന്നു. ഇടതുമുന്നണിക്കൊപ്പം എന്ന് ഉറപ്പിക്കുന്നു. അതിനോടൊപ്പമാണ് ഇപ്പോൾ ജോസഫിനെ കൂടി ഇടതുമുന്നണിയിലേക്ക് ക്ഷണിക്കുന്നത്. അവിടെ PJ ജോസഫിനെ ക്ഷണിക്കുമ്പോൾ അത് ഇടതുമുന്നണിയിലേക്കുള്ള വരവ് പ്രതീക്ഷിച്ചല്ല, മറ്റു ചില ലക്ഷ്യങ്ങളായിരുന്നു ജോസ് കെ മാണിക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ രാഷ്ട്രീയമാണ് ശ്രീജിത്ത് പറഞ്ഞത്. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.